ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് നോക്കാൻ പോകുന്നത് പ്രതിഭ റേയുടെ ദി ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. പ്രതിഭ റായ് എന്ന് പറയുന്ന ആൾ ഒരു ഇന്ത്യൻ റൈറ്ററാണ്, നോവലിസ്റ്റാണ് ആൻഡ് നോൺ ഫോർ ഹർ കോൺട്രിബ്യൂഷൻ ടു ഒഡിയ ലിറ്ററേച്ചർ. പ്രതിഭ റായ് ജനിച്ചത് ഇന്ത്യ ഒഡീഷയിലെ ബലിഗുഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1943 ജനിച്ചത്. പ്രതിഭ റേയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓഡിയാണ് ആൻഡ് ഷി ഓൾസോ റൈറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹർ ജോണേഴ്സ് ആർ ഫിക്ഷൻ, നോവൽ, ഷോർട്ട് സ്റ്റോറീസ്, എസ്സേയ്സ്. ഇതുപോലത്തെ ജോണേഴ്സിലൊക്കെയാണ് അവരുടെ വർക്കുകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. നോട്ടേബിൾ വർക്ക്സ്: യജ്ന സേനി നോവൽ ഇൻ 1984. പിന്നെ 1993 എഴുതിയൊരു നോവലാണ് ദി ബ്രിഡ്ജ് ഓഫ് ഡ്രീംസ്. ആൻഡ് ദി ബ്ലാങ്കറ്റ് അതൊരു ഷോർട്ട് സ്റ്റോറിയാണ് ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ വുമൺ റൈറ്റിംഗ് ഇൻ ഇന്ത്യ ആന്തോളജി. പ്രതിഭ റേയ്ക്ക് ലഭിച്ചിട്ടുള്ള അവാർഡ്സ്: 1991 സാഹിത്യ അക്കാദമി അവാർഡ്, 1992 മൂർത്തിദേവി അവാർഡ്, 1985 ഒഡീഷ സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഹർ വേ ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ റൈറ്റിങ്ങിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഷി ഓഫൻ എക്സ്പ്ലോസ് തീംസ് ഓഫ് ഫാമിലിയെക്കുറിച്ചും സോഷ്യൽ റിലേഷൻഷിപ്സും അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള സ്ത്രീകളുടെ അനുഭവങ്ങൾ, വുമൻസ് എക്സ്പീരിയൻസസ് ഒക്കെയാണ് പ്രതിഭ റേയുടെ വർക്കുകളുടെ ഒരു മെയിൻ തീമായിട്ട് വരുന്നത്. ആൻഡ് ദി ഇമ്പാക്റ്റ് ഓഫ് ഹർ വർക്ക് ഹാസ് ബീൻ വൈഡ്ലി അക്ലെയിംഡ്. അതായത് പ്രതിഭ റേയുടെ വർക്കിനൊരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഒരു മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രതിഭ റേയുടെ വർക്കുകൾ. അതുകൊണ്ട് തന്നെ ഓഡിയ ലിറ്ററേച്ചർ, അതായത് ഒരു ഓഡിയ റൈറ്ററാണ് പ്രതിഭ റേ. അപ്പോൾ ഓഡിയ ലിറ്ററേച്ചർ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഈ ഒരു മൾട്ടി ലാംഗ്വേജിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് സഹായകമായിട്ടുണ്ട്. ഇനി നമുക്ക് ദി ബ്ലാങ്കറ്റ് പ്രതിഭ റേ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി നോക്കാം. ഈ സ്റ്റോറി എന്ന് പറയുന്നത് നിർമ്മല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. അപ്പം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നിർമ്മല എന്ന് പറയുന്ന ഒരു വിമൻ ഒരു ബ്ലാങ്കറ്റ് ഒരു നിധി പോലെ, ഒരു ട്രഷറായിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പം ഈ നിർമ്മല ഈ ഒരു ബ്ലാങ്കറ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ഒരു നിമിഷങ്ങളിൽ മാത്രമാണ് ആ ഒരു ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്നത്. അതുവരെ ഒരു ട്രങ്ക് ബോക്സിൽ, ഒരു തകരപ്പെട്ടിയിൽ ഇതിനെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതായത് ഒരു വെള്ള സാരിയിൽ, ഒരു വൈറ്റ് സാരിയിൽ അതിൽ ഓരോ ഫോൾഡിലും ഓരോ പ്ലീറ്റിലും ഇങ്ങനെ എന്താ പറയുക, പാറ്റ ഗുളികയൊക്കെ വെച്ച് ഒരു വൈറ്റ് സാരിയിൽ പൊതിഞ്ഞൊക്കെയാണ് ഈ ബ്ലാങ്കറ്റിനെ നിർമ്മല എപ്പോഴും സൂക്ഷിച്ച് വെക്കാറ്. കാരണം ഈ ഒരു ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് നിർമ്മലയുടെ മകൻ മന്മഥൻ ഗിഫ്റ്റായിട്ട് അമ്മയ്ക്ക് പ്രസൻ്റായിട്ട് കൊടുത്ത ഒരു ബ്ലാങ്കറ്റാണിത്. അതുകൊണ്ടാണ് ഇത്രയും കെയർഫുള്ളായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഈ നിർമ്മല ആൻഡ് മന്മഥ് എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളും അവരുടെ ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. ഇറ്റ്സ് എക്സ്ട്രീംലി ബാഡ് എക്കണോമിക് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിലാണ് തൻ്റെ മകൻ്റെ ആ ഒരു സ്കോളർഷിപ്പ് തുക കൊണ്ട് തൻ്റെ അമ്മയ്ക്ക് ഒരു ബ്ലാങ്കറ്റ് ഗിഫ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാങ്കറ്റിന് അത്രമാത്രം ഒരു മൂല്യവും ഒരു സിഗ്നിഫിക്കൻസൊക്കെ നിർമ്മലയുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നിർമ്മല ഇത് ഉപയോഗിക്കാണ്ട് ഇതിങ്ങനെ ഒരു ട്രങ്ക് ബോക്സിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കുകയാണ്. അപ്പോൾ നിർമ്മലയുടെ ഈ ഒരു ചെയ്തി കണ്ടിട്ട് നിർമ്മലയുടെ ഒരു യങ്ങർ കസിൻ എപ്പോഴും നിർമ്മലയെ ക്രിട്ടിസൈസ് ചെയ്യും, എപ്പോഴും വഴക്ക് പറയും. എന്തുകൊണ്ടാണ് നിർമ്മല ഒരു ഫ്രീസിങ് വിൻ്റർ നൈറ്റിൽ പോലും, അത്രയും തണുപ്പുള്ള രാത്രി പോലും എന്തുകൊണ്ടാണ് ആ ഒരു ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാത്തത് എന്ന് ചോദിക്കാറുണ്ട് നിർമ്മല കേസ്. അപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നിർമ്മല ഈ ബ്ലാങ്കറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ്, ഒരു സ്ലീപ്പിംഗ് ഇൻഫൻറ്റിനെ പോലെയാണ് ബ്ലാങ്കറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഷീ നെവർ അറ്റംപ്റ്റഡ് ടു ഡിസ്റ്റർബ് ദറ്റ് വാം സ്ലീപ്പ്. ആ ഒരു വാം സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു കുഞ്ഞിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെയാണ് നിർമ്മല ആ ഒരു ബ്ലാങ്കറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിർമ്മല എപ്പോഴും ആ ഒരു ബ്ലാങ്കറ്റിൻ്റെ സിൽക്ക് ത്രെഡ്, ആ ബോർഡേഴ്സ്, ആ ബ്ലാങ്കറ്റിലുള്ള പാറ്റേൺ ഇതിനെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും പ്രൈസ് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം വിൻ്റർ സീസണിൽ വരുമ്പോഴത്തേക്ക് ഈ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്ന പകരം നിർമ്മല എപ്പോഴും വേറെ തൻ്റെ പഴയ സാരി ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലാറ്റ് ഷീറ്റ് ഉണ്ടാക്കുകയും ആൻഡ് ഷീ നോസ് എംബ്രോയ്ഡറി നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് നിർമ്മല. അപ്പോൾ നിർമ്മല അതിലൊരു ലവ്ലി പിക്ചേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തനിക്ക് പുതയ്ക്കാനായിട്ട് വേറൊരു ബ്ലാങ്കറ്റ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോലും മകൻ കൊടുത്ത ഒരു ബ്ലാങ്കറ്റ് നിർമ്മല യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ മകൻ മന്മഥൻ, അതായത് മനു എന്നാണ് വിളിക്കുന്നത്, മനു മീരേനെ വിവാഹം കഴിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഓട്ടം സീസണിൽ നിർമ്മല തൻ്റെ തുണികളൊക്കെ ഷെൽഫിൽ നിന്ന് എടുത്ത് ഉണക്കാം എന്ന് തീരുമാനിക്കുകയും മീര അമ്മേനെ സഹായിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്താണ് മീര ഈ ബ്ലാങ്കറ്റ് കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് മീരയ്ക്ക് ആ ഒരു ബ്ലാങ്കറ്റിനോടുള്ള ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ആ ബ്ലാങ്കറ്റ് കണ്ടപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഒന്നും തന്നെ മീരയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം അതേസമയം നിർമ്മല എന്ത് ചെയ്യാണ്, ആ ഒരു ബ്ലാങ്കറ്റ് ഭയങ്കര സൂക്ഷ്മതയോടെ അതിൻ്റെ ഡേർട്ടൊക്കെ അതിൻ്റെ ചെളിയൊക്കെ ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് കളയാണ്. അപ്പോൾ അത് നിർമ്മല ആ ഒരു ബ്ലാങ്കറ്റിൻ്റെ പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് കളയുന്ന കാണുമ്പോഴത്തേക്ക് ഷീ ഇമാജിൻസ് ദാറ്റ്, ആ സമയത്ത് നിർമ്മല ഇമാജിൻ ചെയ്യുന്നത് താൻ തൻ്റെ മകനെ നെറ്റിയിലെ വേർപ്പ് അല്ലെങ്കിൽ അഴുക്ക് വൈപ്പ് ചെയ്യുന്നതായിട്ടാണ് നിർമ്മല. അങ്ങനെ ചെയ്യുന്നതായിട്ടാണ് നിർമ്മല ഇമാജിൻ ചെയ്തിട്ടാണ് നിർമ്മല ഈ ബ്ലാങ്കറ്റിൻ്റെ ഡേർട്സ് എല്ലാം ക്ലീൻ ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ തൻ്റെ മകൻ കൊടുത്തൊരു ജീവിതമാണ് താനിപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതം എന്നാണ് നിർമ്മല വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മകൻ കൊടുത്ത ആ പ്രസൻറ്റും ആ ഒരു ഗിഫ്റ്റും അത്രയും വാല്യൂ ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അമ്മ കാണുന്നത്. അപ്പോൾ അതേസമയം മീര എന്താണ് വിശ്വസിക്കുന്നത്? മീര വിശ്വസിക്കുന്നത് വെച്ചാൽ ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ബ്ലാങ്കറ്റ് ഒരിക്കലും തൻ്റെ അമ്മായിമ്മയ്ക്ക് ചേരില്ല. അത് ഒരു മോഡേൺ ബെഡ്റൂമിൽ മാത്രമേ ചേരുള്ളൂ. ഇറ്റ് വിൽ ലുക്ക് ഗ്രേറ്റ് ഇൻ എ മോഡേൺ ബെഡ്റൂം എന്നാണ് മീര വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മീര ചിന്തിക്കുകയാണ്, ഇത്രയും നല്ലൊരു ഈ ഒരു ബ്ലാങ്കറ്റ് ഒരിക്കലും തന്നെ അമ്മായിമ്മയ്ക്ക് ചേരത്തില്ല. ആൻഡ് അപ്പം ഇങ്ങനെയൊക്കെ മീര ചിന്തിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു ബ്ലാങ്കറ്റിൻ്റെ സിഗ്നിഫിക്കൻസും അല്ലെങ്കിൽ ഒരു മകൻ അമ്മയ്ക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മീരയ്ക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് മീര അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്ലാങ്കറ്റ് കാണുമ്പോഴത്തേക്കും മീര ആ ബ്ലാങ്കറ്റിനെ പ്രൈസ് ചെയ്യുകയാണ്. അപ്പം മരുമകൾ അതിനെക്കുറിച്ച് പ്രൈസ് ചെയ്യുന്ന കേൾക്കുമ്പോഴത്തേക്ക് നിർമ്മലയ്ക്കും ഭയങ്കര ആകാംക്ഷ തോന്നുകയാണ്. അപ്പോൾ നിർമ്മല വീണ്ടും മീരയോടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് താൻ ഈ ഒരു ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാത്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്നിട്ട് ആൻഡ് ദെൻ ഷീ സ്റ്റേറ്റ്സ് ദാറ്റ്, വീണ്ടും പറയുകയാണ്, ലോകത്ത് ഒരു സാധനം കൊണ്ടും അല്ല വേറെ ഒരു ബ്ലാങ്കറ്റും കൊണ്ടും ഈ ഒരു ബ്ലാങ്കറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് തൻ്റെ മകൻ്റെ സ്കോളർഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. സ്കോളർഷിപ്പ് തുക കൊണ്ട് തൻ്റെ മകൻ വാങ്ങിച്ചു കൊടുത്തൊരു ബ്ലാങ്കറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും ഒന്നിനെയും കൊണ്ടും ഈ ഒരു ബ്ലാങ്കറ്റിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിർമ്മല പറയാണ്. അപ്പോൾ ആ സമയത്ത് മീര റെസ്പോണ്ട് ചെയ്യുന്നത്, അത് അങ്ങനെയൊന്നും അല്ല, ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സാധനം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കത് വെച്ചിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും എന്ന് മീര പറയുന്നു. അപ്പോൾ നിർമ്മല പറയണത്, തനിക്ക് ഒരിക്കലും ഇതുപോലത്തെ ഒരു ബ്ലാങ്കറ്റ് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇനി കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണ്, ഈ ഒരു ബ്ലാങ്കറ്റ് മന്മഥൻ തൻ്റെ സ്കോളർഷിപ്പിൻ്റെ പൈസയും കൊണ്ട് തൻ്റെ അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ച് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ബ്ലാങ്കറ്റ് തനിക്ക് ഇനി ഒരിക്കലും ഈ ജീവിതത്തിൽ കിട്ടില്ല എന്ന് നിർമ്മല പറയുക. അതുകൊണ്ട് തന്നെ താൻ ഇത് ഇനി ഉപയോഗിക്കില്ല, പകരം സൂക്ഷിച്ചു വെക്കും എന്ന് നിർമ്മല പറയുന്നു. പിന്നെ മീരയ്ക്കും ഈ ഒരു ബ്ലാങ്കറ്റ് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ മീരയ്ക്ക് ഈ ബ്ലാങ്കറ്റ് വേണം. അപ്പോൾ അതിന് പകരമായിട്ട് മീര തൻ്റെ അമ്മായിമ്മയ്ക്ക് വേറൊരു ബ്ലാങ്കറ്റ് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ മീര വിചാരിച്ചത് അങ്ങനെ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് തനിക്ക് ഈ ബ്ലാങ്കറ്റ് കിട്ടും, പകരമായിട്ട് തനിക്ക് ഈ ബ്ലാങ്കറ്റ് കിട്ടുമെന്ന് മീര വിശ്വസിക്കുകയാണ്. പക്ഷേ മീരയുടെ ആ ഒരു വേറൊരു ഓഫർ എന്താണ് നമ്മുടെ നിർമ്മല റിജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് മീര ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. അങ്ങനെ വർഷങ്ങളായി മീര തൻ്റെ ആ ഒരു ബ്ലാങ്കറ്റിലുള്ള ആ ഒരു ഡിസയർ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് മീര തൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുകയാണ്. അതായത്, നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് എത്ര കൊടും മഞ്ഞ് തണുപ്പ് വന്നാൽ പോലും നിങ്ങളുടെ അമ്മ അതൊന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് മന്മഥനെ ഇളക്കി വിടാണ്. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് മന്മഥന് ദേഷ്യം വരികയും മന്മഥൻ തൻ്റെ അമ്മയോട് ചോദിക്കാൻ എന്തുകൊണ്ടാണ് വിൻ്റർ സീസണിൽ പോലും അമ്മ ഈ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യാത്തത് എന്ന് പറയുന്ന സമയത്ത് നിർമ്മല അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, അതായത് മന്മഥൻ്റെ കുട്ടിക്കാലമൊക്കെ പുള്ളിക്കാരത്തി മന്മഥനോട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മന്മഥൻ ഈ തണുപ്പ് സമയത്തൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മേനെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ കൂടെ ഒരു കോട്ടൺ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊക്കെ ഓർമ്മകളൊക്കെ നിർമ്മല പങ്കുവയ്ക്കണം. അപ്പോൾ ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് മന്മഥൻ എന്ത് ചെയ്യും, നല്ല തണുപ്പ് വരുമ്പോഴത്തേക്ക് അപ്പോൾ അതിപ്പോൾ മൊത്തത്തിൽ വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ അമ്മ അന്നേരം തണുത്ത് വിറച്ച് കിടക്കും. പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ മന്മഥന് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആണ്, കുറ്റബോധം തോന്നും. കാരണം അമ്മയുടെ പുതപ്പും കൂടെ താൻ വലിച്ചെടുത്തല്ലോ എന്നൊക്കെ ഒരു കുറ്റബോധം തോന്നും. പിന്നീടാണ് മന്മഥൻ മനസ്സിലാവുന്നത് താൻ വലിച്ചെടുത്തതല്ല, ആ ഒരു രാത്രി സമയങ്ങളിൽ അമ്മ തന്നെ ആ ഒരു പുതപ്പ് മാറ്റി തന്നെ പുതപ്പിക്കുന്നതാണ് എന്ന് മന്മഥന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മനസ്സിലാവുന്നു. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിയുമ്പോഴാണ് അമ്മയ്ക്ക് തൻ്റെ സ്കോളർഷിപ്പ് തുകയിൽ നിന്ന് മന്മഥൻ ഒരു ബ്ലാങ്കറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ആ ഒരു ബ്ലാങ്കറ്റിന് ഒരു ട്രഷറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നിർമ്മല ഓൾഡാവുന്നു, പ്രായമാവുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, മന്മഥനും മീരയും കൂടെ അവരുടെ പുതിയ വീട്ടിലേക്ക്, റിമോട്ട് വില്ലേജിൽ നിന്നും തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് അമ്മനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്തും നിർമ്മല ഈ ബ്ലാങ്കറ്റ് തൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ നിർമ്മല പ്രായമാവുന്നു, പനി പിടിക്കുന്നു, വിറയലും പനിയൊക്കെ വരികയാണ്. അങ്ങനെ ആ സമയത്ത് മന്മഥൻ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി അമ്മേനെ ആ ഒരു ബ്ലാങ്കറ്റും കൊണ്ട് പൊതിയാണ്, റാപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് അപ്പോഴാണ് നിർമ്മല ആ ഒരു പുതപ്പ് യൂസ് ചെയ്യുന്നത്. നിർമ്മലയുടെ അപ്പോൾ നിർമ്മല പ്രായമാവുന്നു, എന്നിട്ട് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് മീരയും മന്മഥനും കൂടി.
റിമോട്ട് വില്ലേജിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് എന്താണ്, ഭയങ്കര ഏജ്ഡ് ആവുകയാണ് നിർമ്മല, പ്രായമായി. ആൻഡ് പനിയും ഫീവറും ഷിവറിങ് ഒക്കെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് മന്മഥൻ ഫോഴ്സ്ഫുള്ളി തൻ്റെ അമ്മേനെ ആ ബ്ലാങ്കറ്റ് പുതപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നിർമ്മല ആദ്യമായിട്ട് ആ ഒരു പുതപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിർമ്മലയുടെ ഒരു ഫൈനൽ വിഷ്, ഒരു അന്ത്യാഭിലാഷം എന്താണെന്ന് വെച്ചാൽ തൻ്റെ മകൻ്റെ സന്തോഷവും ഹാപ്പിനെസ്സും വെൽബീങ് ഒക്കെയാണ് ആ അമ്മയുടെ ഒരു ഫൈനൽ വിഷ് എന്ന് പറയുന്നത്. ദെൻ അക്കോർഡിംഗ് ടു ഇന്ത്യൻ ട്രഡീഷൻ, അത് ഇന്ത്യൻ ട്രഡീഷൻ വെച്ചിട്ട് ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അയാൾ ആ ഒരു വ്യക്തി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ആ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്നുകിൽ നമ്മൾ കത്തിച്ച് കളയും, അല്ലെങ്കിൽ എന്താണ് ധോബിവാലയ്ക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ഒരു അക്കോർഡിംഗ് ടു ഇന്ത്യൻ ട്രഡീഷൻ. അതുകൊണ്ട് തന്നെ മീര അപ്പോൾ ഭയക്കാണ്. തൻ്റെ അമ്മായിമ്മ ഭയങ്കര ഫീവറാണ്, ഷിവറിങ് ആണ്, ഏജ്ഡായി, അപ്പോൾ എപ്പോൾ വേണേലും മരിക്കാം. അപ്പോഴത്തേക്ക് എന്താണ്, മീര വെറീഡ് ആവുകയാണ് ദാറ്റ് ഷീ വുഡ് ലൂസ് ദി ബ്ലാങ്കറ്റ്. അതായത് ഒന്നെങ്കിൽ അവർ അത് കത്തിച്ച് കളയും, അല്ലെങ്കിൽ ധോബിവാലയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ തനിക്ക് ആ ഒരു ബ്ലാങ്കറ്റ് നഷ്ടപ്പെടുമോ എന്ന് മീര ഭയക്കുകയാണ്. ആ ഒരു ഭയം കൊണ്ട് മീര എന്ത് ചെയ്യുന്നു, തൻ്റെ അമ്മായിമ്മനെ പുതപ്പിച്ച ആ ബ്ലാങ്കറ്റ് മാറ്റിയിട്ട് അതിന് പകരം വേറൊരു ബ്ലാങ്കറ്റും കൊണ്ട് നിർമ്മലനെ റാപ്പ് ചെയ്യുകയാണ് മീര ചെയ്യുന്നത്. അങ്ങനെ നിർമ്മല പയ്യെ മരിക്കുകയാണ്. അങ്ങനെ നിർമ്മല മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മീരയ്ക്ക് ആ ഒരു ബ്ലാങ്കറ്റ്, ആ ഒരു ഇംഗ്ലീഷ് ബ്ലാങ്കറ്റ് ലഭിക്കും. അപ്പോൾ നിർമ്മല മരിക്കുന്നതിന് മുമ്പ് മീരയോട് ചോദിക്കും, അതായത് മറ്റേ ബ്ലാങ്കറ്റിന് പകരം മീര വേറൊരു ബ്ലാങ്കറ്റാണല്ലോ പുതപ്പിച്ചത്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് നിർമ്മല ചോദിക്കുകയാണ്, തൻ്റെ മകൻ കൊടുത്ത ഒരു ബ്ലാങ്കറ്റ് എന്ത് ചെയ്യും, അത് തന്നെ പുതപ്പിക്കാൻ ആവശ്യപ്പെടുമ്പോൾ മീര പറയും, ആ ഒരു ഒറ്റ ബ്ലാങ്കറ്റും കൊണ്ട് അമ്മയ്ക്ക് ഒരിക്കലും ഈ ഒരു വിൻ്റർ അല്ലെങ്കിൽ ഈ ഒരു തണുപ്പ് അമ്മയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പുതപ്പും കൂടി പുതപ്പിച്ചേക്കുന്നത് എന്ന് പറഞ്ഞ് മീര അവിടെ തടി തപ്പാണ്. ബിക്കോസ് മീരയ്ക്ക് ആ ഒരു ബ്ലാങ്കറ്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ നിർമ്മല മരിക്കുകയാണ്. അപ്പോൾ നിർമ്മല മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നിർമ്മലയുടെ ആ ഒരു ഫൈനൽ ഡേയ്സ്, ആ സംഭവിച്ച കാര്യങ്ങളൊക്കെ പയ്യെ നമ്മുടെ മീരേനെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മീരേനെ അത് അസ്വസ്ഥമാക്കാൻ തുടങ്ങും. അപ്പം മീരയുടെ സൈക്കോളജിക്കൽ കണ്ടീഷൻസ് കുറച്ചുകൂടി വേഴ്സ് ആവും, മോശമായിക്കൊണ്ടിരിക്കും. അങ്ങനെ മീരയ്ക്ക് പനി വരികയും ഹൈ ടെമ്പറേച്ചർ വരികയൊക്കെ ചെയ്തൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഡോക്ടർ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡോക്ടർ പറഞ്ഞു ഷീ ഈസ് ഓൾ റൈറ്റ്, ഷീ ഈസ് ഓക്കെ എന്ന് പറയും. പക്ഷേ ആക്ച്വലി ഈ ഒരു കുറ്റബോധം കൊണ്ടാണ് ഈ ഒരു ഫീവറിങ്ങും ഒരു ഹൈ ടെമ്പറേച്ചറൊക്കെ മീരയ്ക്ക് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരുടെ വീട്ടിൽ പ്രായമായൊരു ഭിക്ഷക്കാർ, ഒരു ബെഗർ വുമൻ വരാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ വന്നിട്ട് അവർ പറയണത് തൻ്റെ ഭർത്താവിന് ഫീവറാണ്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫുഡോ മരുന്നൊക്കെ തന്നെ സഹായിക്കണം എന്ന ഒരു ബെഗർ വുമൻ പറയുമ്പോഴത്തേക്ക് മീര എന്ത് ചെയ്യും, അവർക്ക് ഈ ഒരു ഓൾഡ് ഇംഗ്ലീഷ് ബ്ലാങ്കറ്റ് കൈമാറുകയാണ്. അതായത് നിർമ്മലയുടെ ആ ഒരു ബ്ലാങ്കറ്റ് ഈ ഒരു ബെഗർ വുമനിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബെഗർ വുമൻ എന്താണ്, സർപ്രൈസ്ഡ് ആവുകയാണ്. കാരണം അത്രയും ലവ്ലി ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റാണത്, അത് തനിക്ക് എന്തിനാണ് ഇവർ തരുന്നത് എന്ന് ഓർത്ത് ആശ്ചര്യപ്പെടുകയാണ് ആ ഒരു ബെഗർ വുമൻ. അന്നേരം മീര പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് മീര പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മന്മഥന് ദേഷ്യം വരികയും മന്മഥൻ മീരയെ ചോദ്യം ചെയ്യാൻ, എന്തിനാണ് തൻ്റെ അമ്മയുടെ ബ്ലാങ്കറ്റ് ആ ഒരു ബെഗർ വുമണിന് കൊടുത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മീര ക്ലെയിം ചെയ്യുന്നത്, മീര പറയുകയാണ്, അതായത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ഇപ്പോൾ അത് ആർക്കാണ് ആവശ്യം, അവരുടെ കാര്യങ്ങളിൽ തന്നെയാണ് താൻ ആ ബ്ലാങ്കറ്റ് കൊടുത്തത് എന്ന് മീര പറയുകയാണ്. എന്നിട്ട് മീര പറയുകയാണ്, അമ്മയുടെ ആത്മാവും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് പറയണം. അപ്പോൾ അതിനുശേഷം പിന്നെ മീരയ്ക്ക് പനിക്കുകയോ അല്ലെങ്കിൽ ഷിവറിങ് വരികയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ചാൽ പിന്നീട് ആ ഒരു അവസാന ദിനങ്ങൾ മീരേനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന അമ്മയുടെ ഒരു അവസാന ഡേയ്സ് ഒന്നും പിന്നെ മീരേനെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെ മന്മഥനോട് പറഞ്ഞ്, അതായത് അമ്മ സന്തോഷിക്കുകയും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കരങ്ങളിലാണ് കൊടുത്തത് എന്നൊക്കെ പറയുന്നത് കൊണ്ട് തൻ്റെ ആ ഒരു ഗിൽറ്റിനെ മാസ്ക് ചെയ്യാനായിട്ടാണ് മീര ഇവിടെ ശ്രമിക്കുന്നത്. ഇത്രയാണ് ആ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രതിഭ റേയുടെ ഈ ഒരു വർക്ക് വുമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യയിലകത്താണ് നമ്മുടെ ജയന്ത മഹാപാത്ര ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള മെയിൻ തീംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലെ മെയിൻ തീംസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മെറ്റേണൽ ലവ്, അമ്മയുടെ സ്നേഹം. അതായത് ഇവിടെ ബ്ലാങ്കറ്റ് ഒന്ന് സിംബലൈസ് ചെയ്യുന്നത് അമ്മയുടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും ആൻഡ് കെയറുമാണ് ഇവിടെ സിംബലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു തീമാണ് നൊസ്റ്റാൾജിയ. അതായത് നറേറ്ററിന് തൻ്റെ മകനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് തൻ്റെ മകനായിട്ടുള്ള ആ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ്. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് എന്ത് ചെയ്യാണ്, ആ ഒരു നൊസ്റ്റാൾജിയനെയാണ് ഇവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഐഡൻറ്റിറ്റി കാണാൻ പറ്റും. അതായത് ബ്ലാങ്കറ്റ് റെപ്രസെൻറ്റ്സ് ദി നറേറ്റേഴ്സ് കണക്ഷൻ. തൻ്റെ ആ നറേറ്ററിന് തൻ്റെ ഫാമിലിയായിട്ടും അതുപോലെ തന്നെ തൻ്റെ കൾച്ചറൽ ഹെറിറ്റേജുമായിട്ടുള്ള ആ ഒരു കണക്ഷനെയാണ് ഇവിടെ ബ്ലാങ്കറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ ഒരു തീമാണ് ഗ്രോയിങ് അപ്പ്. അതായത് ആ ഒരു ചൈൽഡ്ഹുഡ് മുതലുള്ള അഡൾട്ട്ഹുഡ് വരെയുള്ള മെമ്മറീസ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻസ് ഈ സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
പിന്നെ അടുത്തായിട്ട് ഈ ഒരു സ്റ്റോറിയുടെ സിംബോളിസം എന്ന് പറയുന്നത് ഒന്ന് ദി ബ്ലാങ്കറ്റ്, അതായത് നമ്മൾ പറഞ്ഞു ബ്ലാങ്കറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അമ്മയുടെ മെറ്റർണൽ ലവ്, കംഫോർട്ട് ആൻഡ് സെക്യൂരിറ്റി ഒക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സിംബോളിസമാണ് ത്രെഡ്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ത്രെഡ്, അത് ആ ഒരു ബ്ലാങ്കറ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് ഒരു സിംബോളിസമാണെന്ന് വെച്ചാൽ ഇറ്റ് സിംബലൈസ് ദി കണക്ഷൻസ് ബിറ്റ്വീൻ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ അതേ ഫാമിലിയിലെ മറ്റ് ജനറേഷൻസുമായിട്ടുള്ള ആ ഒരു കണക്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെന്താ ഫ്രെയിങ് ഇൻഡിക്കേറ്റ്സ് എന്ന് വെച്ചാൽ ദി വെയർ ആൻഡ് ടിയർ ഓഫ് ടൈം, അതായത് ഈ നറേറ്ററിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ നറേറ്ററിൻ്റെ ചേഞ്ച് അതൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന പ്രതിഭ റേയുടെ ഈ ഷോർട്ട് സ്റ്റോറി വുമൺ റൈറ്റിംഗ്സ് ഇൻ ഇന്ത്യക്കകത്ത് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തുണ്ടാവും, ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടും ഉണ്ടാവും. അപ്പോൾ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് ഡൊമസ്റ്റിസിറ്റി. അതായത് ദി ബ്ലാങ്കറ്റ് റെപ്രസെൻറ്റ്സ് ഡൊമസ്റ്റിക് സ്ഫിയർ, അതായത് കെയർ കൊടുക്കുന്നത് അല്ലെങ്കിൽ നർച്ചർ ചെയ്യുന്നതിൽ സ്ത്രീകളുടെ പങ്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഡൊമസ്റ്റിസിറ്റി. പിന്നെ ഇമോഷണൽ ലേബർ, അതായത് ഒരു സ്ത്രീ തൻ്റെ ഫാമിലി തൻ്റെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തങ്ങളുടെ ഇമോഷണൽ ലേബറിനെ അതിന് ആ ഒരു ഇമോഷണൽ നറേറ്ററിൻ്റെ ആ ഒരു പറഞ്ഞ ബ്ലാങ്കറ്റുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വഴി കാണിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, അതായത് നിർമ്മലയ്ക്ക് ആ ഒരു ബ്ലാങ്കറ്റിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റല്ലോ അത് കാണിക്കുന്നത് വെച്ചാൽ ഓരോ സ്ത്രീകളും തങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തങ്ങളുടെ ഇമോഷണൽ ലേബേഴ്സിനെയാണ്, തങ്ങളുടെ ആ ഒരു ഇമോഷണലിനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമതുള്ളത് മെമ്മറി ആൻഡ് സ്റ്റോറി ടെല്ലിങ്, അതായത് ഈ സ്റ്റോറി ഷോക്കേസ് ചെയ്യുന്നത് സ്ത്രീകളുടെ അവരുടെ കുടുംബ ചരിത്രങ്ങൾ, അതായത് ഫാമിലി ഹിസ്റ്ററി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യങ്ങൾ, കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ ഇങ്ങനെ, അതായത് ഓരോ ജനറേഷനും നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് അവരുടെ പാരമ്പര്യങ്ങളൊക്കെ ഇങ്ങനെ കഥ പോലൊക്കെ പറഞ്ഞു തരുന്നില്ലേ. അപ്പോൾ അതുപോലെ സ്റ്റോറി ടെല്ലിങ് അതൊക്കെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവാണ്. അതായത് സ്ത്രീകളാണ് തങ്ങളുടെ അടുത്ത തലമുറയുടെ തങ്ങളുടെ കുടുംബത്തിൻ്റെ ചരിത്രങ്ങളും അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെ അടുത്ത ഓരോ ജനറേഷനും കഥ പോലെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും പോയറ്റിക് ഡിവൈസ്. ഷോർട്ട് സ്റ്റോറിക്കകത്ത് ഒരു പോയറ്റിക് ഡിവൈസ് അല്ല, അതൊരു യൂണിക് ഫീച്ചറാണ്. അതായത് ഇതിനകത്തൊരു പോയറ്റിക് ഡിവൈസസ് നമുക്ക് കാണാൻ പറ്റും, അതായത് ഇമാജറി കാണാൻ പറ്റും, റെപ്പിറ്റേഷൻസ് കാണാൻ പറ്റും, മെറ്റഫർ കാണാൻ പറ്റും. അപ്പോൾ ഷോർട്ട് സ്റ്റോറിക്കകത്ത് ഒരു ഇമാജറി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാങ്കറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പല രീതിയിലാണ്. പിന്നെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ഓരോ ഇമാജറിയാണ്. അതായത് ആദ്യം ഞാൻ സമ്മറിക്കകത്ത് പറഞ്ഞായിരുന്നു, അതായത് ആ ഒരു ബ്ലാങ്കറ്റിലെ പൊടിയെ ഡേർട്ടിനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിർമ്മല എന്താണ് ഇമാജിൻ ചെയ്യുന്നത്, തൻ്റെ മകൻ്റെ നെറ്റിയിലെ വേർപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡേർട്ടിനെ ക്ലീൻ ചെയ്യുന്നതായിട്ടാണ് നിർമ്മല ഇമാജിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് നിർമ്മല കെയർ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങുന്ന ഒരു കുട്ടീനെ എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കുക, ആ ഒരു വാം സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത. ഓക്കെ, അപ്പോൾ അതാണ് മെറ്റഫറായിട്ടുള്ളത്. അതായത് എന്താ പറയുക, മെറ്റഫറല്ലോ ഇമാജറി. അങ്ങനെ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതായത് തൻ്റെ മകന് നെറ്റിയിലെ വേർപ്പും ഡേർട്ടായിട്ട് സങ്കല്പിക്കുകയാണ്. പിന്നീട് ബ്ലാങ്കറ്റിനെ കെയർ ചെയ്യുന്നത് ഉറങ്ങുന്ന സ്ലീപ്പിംഗ് ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ ഇമാജറിയാണ്. പിന്നെ അതിനകത്തുള്ള ഒരു പോയറ്റിക് ഡിവൈസ്, ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്തുള്ള ഒരു പോയറ്റിക് ഡിവൈസ് എന്ന് വെച്ചാൽ മെറ്റഫറാണ്. അതായത് ബ്ലാങ്കറ്റ് ഇറ്റ്സെൽഫ് ഒരു മെറ്റഫറാണ്. കാരണം നമ്മൾ പറഞ്ഞ ബ്ലാങ്കറ്റ് ഒരു സിംബലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു മെറ്റേണൽ, ഒരു അമ്മയുടെ ഒരു സ്നേഹം, കംഫോർട്ടൊക്കെയാണ്. അപ്പോൾ അതൊരു മെറ്റഫറാണ്. പിന്നെ റെപ്പിറ്റേഷൻ വരുന്നുണ്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷോർട്ട് സ്റ്റോറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും ബ്ലാങ്കറ്റ് എന്നൊരു ടേം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ബ്ലാങ്കറ്റിൻ്റെ സിഗ്നിഫിക്കൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടേം വീണ്ടും നറേറ്റർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്തുള്ള പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വുമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യക്കകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ജയന്ത മഹാപാത്രയാണ്. അപ്പോൾ ജയന്ത മഹാപാത്രയുടെ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് രണ്ട് പ്രത്യേകതയാണ് പറയുന്നത്. ഒന്ന് സെൻസിറ്റിവിറ്റി, രണ്ടാമത് കൾച്ചറൽ ബ്രിഡ്ജ്. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ മഹാഭാരതം ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഒറിജിനൽ വർക്കിന് അല്ലെങ്കിൽ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ആ ഒരു കൾച്ചറൽ കോണ്ടെസ്റ്റും അതിൻ്റെ ഒരു ഇമോഷണൽ നുവാൻസസും ഒക്കെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് തന്നെയാണ് ജയന്ത മഹാഭാരതം ഓരോ വർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ എസൻസ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കൾച്ചറൽ ബ്രിഡ്ജ്. അതായത് അതിനകത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഈ ഒരു ട്രാൻസ്ലേഷനകത്ത് വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ വുമൻസിൻ്റെ, അതായത് ഇന്ത്യൻ സ്ത്രീകളുടെ അനുഭവങ്ങളും അവരുടെ ആ ഒരു ഗ്ലോബൽ ഓഡിയൻസ് ആയിട്ടുള്ള അവരുടെ ആ കാഴ്ചപ്പാടുകളും ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രതിഭ റേയുടെ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇതിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെസ്റ്റ്, കൾച്ചറൽ കോണ്ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഓക്കെ. അപ്പോൾ പ്രതിഭ റേയുടെ ദി ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് സ്റ്റോറി സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ഇന്ത്യൻ ഒരു സൊസൈറ്റിയിലാണ്, ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പിലാണ്. ആൻഡ് സ്പാനിങ് ഈസ് മൾട്ടിപ്പിൾ ഡീക്കേഡ്സ് ആണ്. അതായത് ഇങ്ങനെ ഓരോ ജനറേഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണല്ലോ ആ ഒരു ഷോർട്ട് സ്റ്റോറി കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, കൂട്ടുകുടുംബമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇന്ത്യൻ ഒരു മിഡ് 20th സെഞ്ച്വറി 20ാം നൂറ്റാണ്ട് ഒരു മിഡിൽ സമയങ്ങളിലുള്ള ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ജനറേഷൻസ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് കാണാം. പിന്നെ രണ്ടാമത് കാണാൻ സാധിക്കുന്നത് വുമൻസ് റോൾ, അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കാണാൻ സാധിക്കും. അതായത് സ്ത്രീകളുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ സ്ത്രീകളുടെ ഒരു ട്രഡീഷണൽ റോൾസ് എന്തൊക്കെയാണ്, അവരുടെ ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ്, അവരെങ്ങനെയാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കെയർ ചെയ്യുന്നത്, അതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ സോഷ്യൽ ചേഞ്ച്, അതായത് ഗ്രാജുവലി എങ്ങനെയാണ് ഈ ഒരു കുടുംബം ബ്രേക്ക് ആവുന്നതും എങ്ങനെയാണ് പിന്നീട് ഇപ്പം നമ്മൾ കാണുന്ന തരത്തിലുള്ള ന്യൂക്ലിയർ ഫാമിലീസ് എങ്ങനെ എമർജൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിക്കകത്ത് കാണാൻ സാധിക്കും. അതായത് ലാസ്റ്റ് സമ്മറി പറഞ്ഞപ്പോൾ അതിൻ്റെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നുണ്ട്, അതായത് നിർമ്മല ഏജ് ആയപ്പോഴത്തേക്ക് അവരുടെ ആ ഒരു റിമോട്ട് വില്ലേജിൽ നിന്നും ആ ഒരു ന്യൂ ഹൗസിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക, ഒരു ജോയിൻറ്റ് ഫാമിലി സെപ്പറേറ്റായി മന്മഥൻ ഒരു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറി എന്നുള്ളത് നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ ട്രഡീഷൻ കാണാൻ സാധിക്കും, അതേപോലെ തന്നെ നമുക്ക് ഒഡീഷ കൾച്ചറും കാണാൻ സാധിക്കും. കാരണം പ്രതിഭ റേ ഒരു എന്താ പറയുക ഒരു നേറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒഡീഷ കൾച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ട്രഡീഷൻ വെച്ചാൽ ഞാൻ പറഞ്ഞു ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ അടയാളമാണ്, ഒരു ഇന്ത്യൻ ട്രഡീഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ്. ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ്, അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ലവിനെ കെയറിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇമേജാണ് ബ്ലാങ്കറ്റിൻ്റെ. പിന്നെ ഉള്ളത് ഒഡീഷ കൾച്ചർ. അതായത് നമ്മൾ പറഞ്ഞു പ്രതിഭ റേസ് ഓഡിയ റൂട്ട്സ്, ആ ഒരു പ്രതിഭ റേയുടെ റൂട്ട് എന്ന് പറയുന്നത് തന്നെ ഓഡിയാണ്. അത് ഈ ഒരു സ്റ്റോറിലുടനീളം റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. പല റെഫറൻസസും ഓഡിയോ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസിൽ നിന്നാണ് പ്രതിഭ റേ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് പറയുകയാണെങ്കിൽ അതൊരു ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സോഷ്യൽ റീഫോം മൂവ്മെൻറ്റിനൊക്കെ ആസ്പദമാക്കിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ സ്റ്റോറി സെറ്റ് ചെയ്തേക്കുന്നത് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദി ബാക്ക് ഡ്രോപ്പ് ഓഫ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ആൻഡ് പിന്നെ അവരുടെ എക്കണോമിക് ചേഞ്ചസ്, അത് സബ്സിക്വൻറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ്. അപ്പോൾ എക്കണോമിക് ചേഞ്ചസ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. പിന്നെ രണ്ടാമത് കാണാൻ പറ്റുന്നത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്. അതായത് നമ്മൾ പറഞ്ഞു എന്താ പറയുക സ്ത്രീകളെക്കുറിച്ചാണല്ലോ ഇതിൽ പറയുന്നത്. നറേറ്റീവ് കുഡ് ബി ഇൻഫ്ലുവൻസ്, അത് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതായത് ഫോർ എക്സാമ്പിൾ വുമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അനാലൈസ് ചെയ്യാനും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പ്രതിഭ റേയുടെ ദി ബ്ലാങ്കറ്റ് എന്നതിൻ്റെ സമ്മറിയും ആൻഡ് അനാലൈസിങ്ങും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.